സഹായിക്കണോ? വേണ്ട. ഇന്നത്തെ സ്പെഷ്യൽ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പി സഹി ലച്ച. 2 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് 6-7 ഏലക്ക ചേർത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ കുറുക്കിയെടുത്ത് മറ്റൊരു ബൗളിലേക്ക് ഇൻസ്റ്റൻറ്റ് സഹി ലച്ച എടുത്ത് കുറുക്കി വെച്ച പാൽ കുറച്ച് ഒഴിച്ച് കൊടുത്ത് അതിന് മുകളിലേക്ക് നമ്മുടെ കയ്യിൽ നട്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സഹി ലച്ച റെഡി. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ ചെറു ചൂടോടുകൂടെ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ട്? ഉറക്കൊന്നിരിക്കുമ്പോ നേരെ എന്തൊരു സാധനം അറിയാമോ? ബ്ലെൻഡർ പറയണ്ട, നേരെ ഫൂട്ടാനല്ല മേഘാലയ. നല്ല സൂപ്പർ സാധനം, മേഘാലയയിൽ നിന്ന് കൊണ്ടുവന്ന സാമ്യം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇന്ത്യ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തും. അതിന്റെ ഭാഗമായി നമ്മൾ ഈ പായസം കുടിച്ച് ആഘോഷം തുടങ്ങുന്നത്. പായസം ഇല്ല, സാഹി ലച്ച, അങ്ങനെ എന്തൊരു പേര്. സംഭവം എങ്ങനെയുണ്ട്? നല്ല കിടില സാധനം. ഇതിന് നല്ല ഏലക്കയുണ്ട്, പിന്നെ കുറെ ഐറ്റംസ് എന്തൊക്കെയുണ്ട്. എനിക്ക് തോന്നുന്നത് അണ്ടിപ്പരിപ്പുണ്ട്, ബദാമുണ്ട് തോന്നുന്നു, പിന്നെ ഏലക്ക ആവശ്യത്തിന് അധികം ഉണ്ട്. അണ്ടിപ്പരിപ്പില്ല, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവത്തില്ല, അപ്പം അവര് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഏലക്ക ഉണ്ട്, ഇതാണ് ഏലക്ക. നിങ്ങളിത് കാണുക സുഹൃത്ത്, ഇത് ഏലക്കയാണ്. ഇത് ബദാം ആണെങ്കിൽ ഇത് ബദാമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് അണ്ടിപ്പരിപ്പ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ കൊല്ലത്തുനിന്ന് കയറ്റുമതി ചെയ്യും. അങ്ങനെയെങ്കിലും കേരളത്തിലെ കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇങ്ങോട്ട് നോക്കിയേട്ടാ, ഫസ്റ്റ് അടിച്ചു ഗെയിമില്. അങ്ങനെയുണ്ട്? നല്ല മധുരം, വലിയ മധുരം, നല്ല ടേസ്റ്റ് ഉണ്ട്. വന്നു. സഹായിക്കണോ? വേണ്ട, സഹായം വേണ്ട. സഹി ലച്ച, ഇങ്ങനത്തെ വലിയ പേര് വേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്.